ഹലോ ഫ്രണ്ട്സ്, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതായത് ഇനിയിപ്പം വരാൻ പോകുന്ന കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം ജനുവരിയിലോ ഫെബ്രുവരിയിലോ, ജനുവരി ലാസ്റ്റോ ഫെബ്രുവരി തുടക്കത്തിലോ കാണുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും പഠിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും പറയും. അപ്പോൾ ആ 20 ക്വസ്റ്റ്യനും കേട്ടിരിക്കുക. എന്നിട്ട് ഒരു പേപ്പറിനകത്ത് അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടുക അത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. താഴെ കമൻറ്റ് ചെയ്യുന്ന സെക്ഷനിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A statement of business is to be transacted in a meeting is called. A statement of business to be transacted in a meeting is called. ഓപ്ഷൻസ് ഇതാണ്: മിനിറ്റ്സ്, അജണ്ട, നോട്ടീസ്, നോട്ട്സ്. ഇതിൻ്റെ ആൻസർ അജണ്ടയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റിട്ടൺ റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് ഇസ് കോൾഡ്. Written records of the proceedings of a meeting is called. Options: minutes, agenda, quorum, day book. Minutes, agenda, quorum, day book. And answer: minutes. Third question: the minimum number of persons to be present in a meeting in order to get legal validity is called. The minimum number of persons to be present in a meeting in order to get a legal validity is called. And the options ആയിരുന്നത് minutes, agenda, quorum, day book. Minutes, agenda, quorum, day book. And answer: quorum. അടുത്ത ക്വസ്റ്റ്യൻ: ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് എ സൊസൈറ്റി ഈസ് ബൗണ്ട് ടു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് എ സൊസൈറ്റി ഈസ് ബൗണ്ട് ടു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 2, 3, 4, 6. 2 months, 3 months, 4 months and 6 months. അതിൽ ഏതാണ് ആൻസർ എന്നാണ് നോക്കുന്നത്. ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് എ സൊസൈറ്റി ഈസ് ബൗണ്ട് ടു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 3 months ആണ് അതിൻ്റെ ആൻസർ. 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻസ് ആയിരുന്നത് സെക്രട്ടറി, പ്രസിഡന്റ്, മാനേജിംഗ് കമ്മിറ്റി, ജനറൽ ബോഡി. അതിൻ്റെ ആൻസർ പ്രസിഡന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, കോപ്പറേറ്റീവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഹെഡായിട്ടിരുന്ന എപ്പോഴും പ്രസിഡന്റ് ആയിരിക്കും. സോ ആൻസർ പ്രസിഡന്റ് ആണ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻസ് സെക്രട്ടറി, പ്രസിഡന്റ്, മാനേജിംഗ് കമ്മിറ്റി, ജനറൽ ബോഡി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ സെക്രട്ടറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഡാഷ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഡാഷ്. ഓപ്ഷൻസ് വരുന്നത് പ്രസിഡന്റ്, മെമ്പർ, ഷെയർ ഹോൾഡർ, സെക്രട്ടറി. അതായത് ഒരു സൊസൈറ്റിയിലെ ദൈനംദിന കാര്യങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റും നോക്കിയെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഡാഷ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ദ ഓഡിറ്റ് ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൽ അതിൻ്റെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ടോട്ടൽ സെയിൽസ്, ടോട്ടൽ ഇൻകം, ഗ്രോസ് ഇൻകം. അപ്പം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. സോ അതിൻ്റെ ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റ് ചെയ്യുന്ന, അതായത് കൊടുക്കേണ്ടാത്ത
സൊസൈറ്റീസ് ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ക്രെഡിറ്റ് സൊസൈറ്റീസ്, ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, ഹൗസിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ ആൻസർ ഫാമിംഗ് സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഏത് സെക്ഷനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് സെക്ഷൻ 70B, റൂൾ 80B, സെക്ഷൻ 80B, റൂൾ 90B. ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സെക്ഷൻ 80B ആണ്. 80B എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കാരണം കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വരുന്ന സെക്ഷനാണ് 80B. സോ അതിൻ്റെ ആൻസർ 80B ആണ്, സെക്ഷൻ 80B. അടുത്ത ക്വസ്റ്റ്യൻ: ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്തത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2, 3, 4 and 5. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ആസ് പെർ ഡാഷ് ഓഫ് KCS ആക്ട്. ഒരു മെമ്പറിന് അഡ്മിഷൻ കൊടുക്കുന്ന ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും പറയുന്ന ഏത് സെക്ഷനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 16 ആൻഡ് റൂൾ 16. രണ്ടാമത്തെ ഓപ്ഷൻ സെക്ഷൻ 16 ആൻഡ് റൂൾ 18. മൂന്നാമത്തെ ഓപ്ഷൻ സെക്ഷൻ 18 ആൻഡ് റൂൾ 18. നാലാമത്തെ ഓപ്ഷൻ സെക്ഷൻ 18 ആൻഡ് റൂൾ 16. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ 16 ആൻഡ് റൂൾ 16 ആണ്. ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷൻ, ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും പറയുന്നത് സെക്ഷൻ 16 റൂൾ 16 നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ സെക്ഷൻ ആൻഡ് റൂൾ ഇൻ എ കോപ്പറേറ്റീവ് സർവീസ് the section and rule in the KCS Act to convene special general body meeting in a cooperative society is. The section and rule in the Kerala Cooperative Societies Act to convene special general body meeting of a cooperative societies. And option are section 30 and rule 36, section 20 and rule 26, section 28 and rule 30, last option section 32 and rule 36. സ്പെഷ്യൽ ജനറൽ ബോഡി കൺവീൻ ചെയ്യാനുള്ള സെക്ഷനും റൂളും ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ 30 ആൻഡ് റൂൾ 36 പ്രകാരമാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ അഫിലിയേഷൻ ഫീ പേയബിൾ ടു ബൈ എ സൊസൈറ്റി ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ. അഫിലിയേഷൻ ഫീ പേയബിൾ ബൈ എ സൊസൈറ്റി ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് ഷാൽ ബി ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസറിൻ്റെ റാങ്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാർ, ഗവൺമെൻറ് സെക്രട്ടറി, IAS ഓഫീസർ, DIG. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്രട്ടറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ആൻ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ. ഓപ്ഷൻ എന്ന് പറയുന്നത് 1 year, 2 year, 6 months, 3 months. സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര പീരീഡിനുള്ളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6 months ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്രൊസീജിയർ ഫോർ ക്രിയേറ്റിംഗ് Gahan is specified in rule dash of KCS Act. The procedure for creating Gahan is specified in rule dash of KCS Act. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് A 51, B 51A, C 51B, ലാസ്റ്റ് ഓപ്ഷൻ 51C. ഗഹാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പറഞ്ഞേക്കുന്ന റൂൾ എന്ന് പറയുന്നത് സെക്ഷൻ 51A, 51A ആണ് സെക്ഷൻ ഗഹാൻ ക്രിയേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ആൻസർ 51A. അടുത്ത ക്വസ്റ്റ്യൻ: എ സൊസൈറ്റി റെഫ്യൂസ് ടു ഗീവ് സബ്സിസ്റ്റൻസ് അലവൻസ് ടു എ ക്ലർക്ക് അണ്ടർ സസ്പെൻഷൻ. ദ അതോറിറ്റി ഫോർ ഇറ്റ് ഈസ്.
ഓപ്ഷൻ ട്രൈബ്യൂണൽ, ലേബർ കോർട്ട്, രജിസ്റ്റർ, ഗവൺമെൻറ്. സസ്പെൻഷനിലുള്ള ക്ലർക്കിന് സബ്സിസ്റ്റൻറ്റ് അലവൻസ് കൊടുക്കുന്നതിന് റെഫ്യൂസ് ചെയ്യുന്ന സൊസൈറ്റിയിൽ എവിടെ പോകണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേബർ കോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ സെക്ഷൻ 89 subsection 2 the state cooperative union shall consist of option general body, managing committee, both the general body and managing committee, none of these. സെക്ഷൻ 89(2) പ്രകാരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് കൺസിസ്റ്റ് ആവേണ്ടത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് both general body and managing committees. Under section 89 the state cooperative union shall consist of general body and managing committee. Last question ആണ്, state the section under which a society shall be wind up if the number of members falls below the prescribed minimum of 25 members. Question എന്ന് പറയുന്നത്, state the section under which a society shall be wind up if the number of members falls below the prescribed minimum of 25 members. അതായത് മിനിമം ആയിട്ടുള്ള 25 മെമ്പേഴ്സ് കുറവ് വരുവാണെങ്കിൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് സെക്ഷനകത്താണെന്നാണ്. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 71, രണ്ടാമത്തെ ഓപ്ഷൻ 71 subsection 2 clause A, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 72, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 73. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 71 ആണ്. 71 subsection 2 clause A ആണ് അതിൻ്റെ ആൻസർ. താങ്ക് യു ഫ്രണ്ട്സ്. ഇതാണ് ഞാൻ ഇപ്പം ഒരു 20 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇനി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ എക്സാമിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റും കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. Thank you friends.